വെൽക്കം സർ. ഇതറിയട്ടെ പോരല്ലേ? ഇത് മതിയാ? നമ്മുടെ ഓഫീസ് തകർത്ത കാര്യം പറയാൻ പറ്റിയ സമയം ആ ചെകുത്താൻ കൂടെ തന്നെ ഉണ്ട്. എന്നാ പോയിട്ട് നമുക്ക് പിന്നെ വരാം. എനിക്കിപ്പോ കണ്ടേ പറ്റൂ. സാർ എനിക്കൊരു കാര്യം പറയാൻ. ഗസ്റ്റ് ഹൗസിലേക്ക് വരും. സാർ അങ്ങനെ പറയരുത് സാർ. സാർ പ്ലീസ് സാർ. സാർ പ്ലീസ് സാർ. സാർ ഞാൻ പറഞ്ഞോട്ടെ സാർ. സാർ ഒരു ജീവിത പ്രശ്നമാണ് സാർ. ഞാൻ പറഞ്ഞോട്ടെ സാർ. സാർ ഇപ്പൊ പറയാൻ പറ്റില്ല, പിന്നെ പറയാൻ പറ്റില്ലെങ്കിലോ സാർ പ്ലീസ് സാർ ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. എന്താ എനിക്ക് പറയാനുള്ളത്? ഇത് പറയാനാ സാർ ഞാൻ വന്നു. CID മൂസ മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിച്ചേ. ഇവരുടെ ഒരു കാര്യം. ഞാൻ വരാം സാർ. എക്സ്ക്യൂസ് മീ സാർ. ഓക്കെ ഓക്കെ. இந்த பாம்பு வச்சவன் யாருன்னு எனக்கு தெரியாது. ஆனா எனக்கு இப்போ அவன் கடவுள் மாதிரி. அன்னைக்கு நீங்க என்கிட்ட என்ன கேட்ட? சிஎம்ஐ காப்பாற்ற முடியுமாண்ணா? முடியும். ஏன் தெரியுமா? ஐ எம் மூசா, CID மூசா. ആദ്യം സ്ലോ മോഷനിൽ നടക്കാൻ പഠിക്കും. രജനീകാന്തിന്റെ ചിത്രങ്ങളിലൊക്കെ കാണാറില്ലേ? ഇവനാര് പടയപ്പേ? मूसा 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 कौन है ये मूसा? प्राइवेट डिटेक्टिव. प्राइवेट डिटेक्टिव? साला कुत्ता कमीना, मुझे किसी की मदद नहीं चाहिए. तुम लोग साले सब बेकार हो, कुछ नहीं कर सकते. मैं जानता हूं मुझे क्या करना है. मुझे क्या करना है. ഇപ്പൊ ടിവിയിലും പത്രങ്ങളിലും മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിച്ച CID മൂസയെ കുറിച്ചുള്ള പരാമർശങ്ങളേ ഉള്ളൂ. തെളിയിക്കപ്പെടാത്ത പല കേസുകളും മൂസയെ ഏൽപ്പിക്കണമെന്നുള്ള നിവേദനങ്ങളുടെ പ്രവാഹമാ ഓഫീസിൽ. എനിക്കൊന്ന് കാണണമല്ലോ ആ CIDയെ. ആറ് കാറും അതിനിടയിൽ ഈ ബോറ് കാറും ഓവറാവോ മോനെ? കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. ഇതിന്റെയൊക്കെ കാശാര് കൊടുക്കും ഈശ്വര? അച്ഛൻ. ഏതച്ഛൻ? ഇവന്റെ അമ്മയുടെ നായര്. ആരെങ്കിലോട്ടെ വരൂ. മോളെ, ഇതാണ് CID മൂസ. ഹലോ. അറിയാം. ഇപ്പൊ കോളേജിലും ക്യാൻറ്റീനിലും എല്ലാരും മൂസ മൂസ എന്നാ പറയണേ. ക്യാൻറ്റീനിലാണെങ്കിൽ മൂസ എന്നാവില്ല, സമൂസ എന്നായിരിക്കും. എല്ലാവർക്കും ഒരു ചായ ആവാല്ലേ? അതെ. ഇവരൊക്കെ ഞങ്ങളാണ് സാർ. നിങ്ങൾ ഞങ്ങൾ തന്നെ സാർ. അതെ. നിങ്ങൾ ആരാണ്? ഇവരൊക്കെ എന്റെ കൂടെ വന്നവരാണ് സാർ. അതെ, ഇവരാരൊക്കെയാണ്? അവരിവരൊക്കെയാണ് സാർ. ആരെങ്കിലും ആയിക്കോട്ടെ സാർ. മര്യാദയ്ക്ക് സംസാരിക്കണം. അങ്ങനെ ആരെങ്കിലും അല്ല സാർ. ഇതെന്റെ കൂടെ പറപ്പായ അച്ഛൻ CID പ്രഭു. CID വിക്രം. ഓ, സാർ, ഞങ്ങളോട് പേഴ്സണലായി അല്ല, എന്നോട് പേഴ്സണലായിട്ട് എന്താണ് സാർ പറയാനുള്ളത്? അന്ന് എന്റെ കാറിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? അത് പൊട്ടിത്തെറിച്ചപ്പോ മനസ്സിലായി കാണും അല്ലേ? ആരാണ് അതിന്റെ പിന്നിൽ? സാറിനെ കൊല്ലാൻ വന്നവനാണ് സാർ. അതെല്ലാവർക്കും അറിയാവടോ. അതാരാണെന്നാണ് ചോദിച്ചത്. അത് ബോംബ് വെച്ചവൻ തന്നെ. സ്റ്റോപ്പ് ഇറ്റ് സാർ. ഞങ്ങൾ CIDകൾ എല്ലാ രഹസ്യങ്ങളും ക്ലൈമാക്സിലെ പറയാറുള്ളൂ. ശരി,
നിങ്ങളുടെ ഏജൻസിക്ക് രഹസ്യമായി പോലീസിനും സഹായിച്ചൂടെ? സാർ, എങ്ങനെയുള്ള സഹായമാണ് സാർ പ്രതീക്ഷിക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാവുന്നവരാണല്ലോ നിങ്ങൾ. ആ സ്ഥിതിക്ക് എന്ന് വെച്ചാൽ ഞാൻ പോലീസിന് പ്രതിയെ പിടിച്ചു കൊടുക്കണമെന്നാണോ സാർ പറയുന്നത്? വേണ്ട സാർ, പോലീസുമായിട്ട് ഞങ്ങൾ CID-കളെ ക്ലബ് ഏൽപ്പിക്കണ്ട. അവരവരുടെ രീതിക്ക് അന്വേഷിക്കട്ടെ. സാറിന് വേണ്ടി ഞങ്ങളുടെ സ്റ്റൈലിൽ അന്വേഷിക്കാം. അത് മതി. ആ സാർ, പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എനിക്കൊരു തോക്ക് വേണം. തനിക്കെന്തിനാ തോക്ക്? സാർ, ഞാൻ സാറിന്റെ ജീവൻ രക്ഷിച്ചതിന് ശേഷം എനിക്കുണ്ട് സാർ വധഭീഷണി. അതുകൊണ്ടാണ് സാർ ഒരു തോക്ക്. നിയമ തടസ്സങ്ങളില്ലേ, അനുവദിക്കാം അല്ലേ സത്യനാരായണ? எக்ஸ்கியூஸ் மீ, நோ சார். துப்பாக்கி எல்லாம் ஒரு சாதாரண ஆளுக்கு அலோ பண்ணக்கூடாது. ஏதாவது ஆச்சுன்னா என்ன பண்ண முடியும்? സാർ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ VIP-കളുടെ ജീവൻ രക്ഷിക്കുന്നവനെ ഈ എന്റെ ജീവൻ ആര് രക്ഷിക്കും സാർ? സാർ ഒരു തോക്ക്. ഓക്കെ, തനിക്ക് തോക്ക് തരാം, പക്ഷേ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇല്ല സാർ. പിന്നെ എന്തിനാ സാർ തൂക്കിയിട്ടുണ്ട് നടക്കാനാണോ തോക്ക്? അതല്ല പറഞ്ഞത്. നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം പോലീസിന് മാത്രമാണ്. പിന്നെ ആത്മരക്ഷാർത്ഥം ഉപയോഗിക്കുകയാണെങ്കിൽ ആളപായം ഉണ്ടാവരുത്. മുട്ടിന് താഴെ വെടിവെക്കാവൂ. ഓക്കെ സാർ. അതെ, ഇന്നെങ്ങാനും പൊട്ടിക്കോ, ഇത് വെക്കാനാ. അത് വെക്കുന്ന മൂക്കിലല്ല, ചെവിയിലാണ്. അതെനിക്കറിയാം. പിന്നെ നീ എന്ത് കോപ്പ? എന്റെ കോൺസെൻട്രേഷൻ പോണു. ഒച്ച വെക്കല്ലേ. അല്ല, വെടി മാറി എന്റെ നെഞ്ചത്ത് കൊണ്ടാ ഒച്ച വെക്കാമോ? അല്ല സൗദേവ, ഈ വെടി കൊള്ളാനുള്ള ആൾക്കാർ ഇതേ ഹൈറ്റിൽ മതിലേ കീറി അനങ്ങാതെ നിന്ന് തരുവാ. നീ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ വെടിയും വെച്ചോണ്ട് നടന്നോ? നിന്റെ പ്രായത്തിൽ എനിക്ക് പിള്ളേർ രണ്ടാ അറിയോ? ഇതെന്റെ അമ്മയ്ക്ക് അറിയൂ. നിന്റെ ചേച്ചിയുടെ കാര്യ പറഞ്ഞേ. എടാ മോനെ, നിനക്കിപ്പോ കേസുകളായി, പ്രശസ്തിയായി, മുഖ്യമന്ത്രിയായിട്ട് ബന്ധമായി. ഇനി വേണ്ടത് നിന്റെ അമ്മയ്ക്കൊരു കൂട്ടാ. അതിന് അച്ഛനേക്കാളും പറ്റിയ ഒരാളെ കണ്ടുകിട്ടണ്ടേ? അച്ഛാ, എനിക്ക് വേണ്ടി ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. താമസിയാതെ ആ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരും. അയ്യടാ, കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്ന ഒരാള്. എനിക്ക് തന്നെ ഇഷ്ടമാണ്. തന്നോട് ആരാ പറഞ്ഞ്? എന്നെ കല്യാണം കഴിക്കാൻ തനിക്ക് എന്ത് യോഗ്യത ഉള്ളത്? ഇയാൾ എന്ത് കേസാ ഇതുവരെ തെളിയിച്ചിട്ടുള്ളത്? താൻ വെറും ശംഭുവാ, ശിക്കാരി ശംഭു. ശിക്കാരി ശംഭു അതാരി? അതെ, വല്ലപ്പോഴൊക്കെ ബാലരമ വായിക്കണം. അതിൽ അങ്ങനെ ഒരാളുണ്ട്, കേട്ടിട്ടില്ലേ? ചക്ക ഇട്ടപ്പോ മോയില് ചത്തു. ചക്ക, മോയില്, ശംഭു, ഇവരും ഈ മൂസം തമ്മിൽ എന്താ ബന്ധം? താനും ശിക്കാരി ശംഭുക്കെ ഭാഗ്യത്തിനാ കേസ് തെളിയിക്കുന്നത്, അല്ലാതെ തനിക്ക് വലിയ കഴിവുണ്ടായിട്ടൊന്നുമല്ല. ഇയാൾ വെറും മരം മണ്ടനാ, പോങ്ങൻ. കോമാളി വേഷവും കെട്ടി വന്നിരിക്കുക. നോർത്ത് ഇന്ത്യ. താൻ എന്നെ പറ്റി എന്താ വിചാരിച്ച്? നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. സത്യം. ദിവസവും ഒരുപാട് പെൺകുട്ടികളെ പുറത്തു വെച്ച് കാണുന്നവനെ ഞാൻ. എന്നിട്ട് അവരോട് തോന്നാത്ത ഈ പെൺകുട്ടികൾ തോന്നിയത് എന്താണെന്നറിയോ? അതുകൊണ്ടൊരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയാ, ഇത്തിരി ലേറ്റ് ആയാലും ഞാൻ നിന്നെ കൊണ്ടേ പോവൂ. Because I love you. Because I love you. ആ മിഠായി അവിടെ വെച്ച് നീ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് കയറ്റിയാ മതി. കാശ് എന്റെ തൊപ്പി കയറ്റിക്കോ. ലവ് യുടാ. അവളുടെ അമ്മൂമ്മയുടെ ബാലരമ. കല്യാണം ആലോചിച്ചെന്ന് എന്നോട് അവൾ പറയാണ് ഞാൻ വെറും ശിക്കാരി ശംഭുവാണെന്ന്. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? വേണ്ട, കല്ലും മടി തപ്പണം. ഞാൻ പറഞ്ഞ പിൻവലിച്ചു. CM-ന്റെ വധശ്രമത്തിന് പിന്നിലുള്ളവരെ കണ്ടുപിടിച്ച് ഈ CID മുസാരാണെന്ന് എനിക്ക് അവൾ അറിയിക്കണം. ഇറ്റ്സ് എ ചാലഞ്ച്. പക്ഷെ നമ്മൾ എവിടെ തുറക്കണം? അല്ല, എവിടെ തുടങ്ങണം? സാഹചര്യ തെളിവുകൾ വെച്ച് ആ കമ്മീഷണറെയാണ് നമ്മൾ ആദ്യം സംശയിക്കേണ്ടത്. പക്ഷെ അയാൾക്ക് പിന്നിൽ ആരോ ഉണ്ട്. അതാരാണെന്ന് നമുക്കറിയാം. എനിക്ക് കിട്ടി. സംഘത്തലവനെ പിടികിട്ടി. ആരാ? 2003 ജൂൺ 2-ാം തീയതിയാണ് സിറ്റി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചത്. അവിടെ വെച്ച് ഞാൻ അവനെ കണ്ടു. അവൻ തന്നെ, എനിക്ക് ഉറപ്പാ. അവൻ വെറും ഭ്രാന്തനല്ലേ? അവൻ ഭ്രാന്തനായി അഭിനയിക്കുക. അല്ലെങ്കിൽ എന്തിനാ അവൻ എല്ലായിടത്തും വരണം? അവനെന്താ ഭ്രാന്ത? ഭ്രാന്തനല്ലാത്ത ഒരാൾ ഭ്രാന്തനായി കടന്നു വരുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നമുക്കാണ് ഭ്രാന്ത്. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. ഞാനാ? നീ വെറും വേസ്റ്റ്. അങ്ങനെ പറയാം. ഇനി ഒരു നിമിഷം പോലും കളയാതെ നമ്മൾ അവന്റെ ഓരോ നീക്കങ്ങളും വീക്ഷിക്കുന്നു. നമ്മൾ അവനെ ഫോളോ ചെയ്യുന്നു. Come on.